ഏതെങ്കിലും ഒരു റോഡ് സൈഡിലുള്ള വലിയൊരു മരം മുറിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു പക്ഷിക്കൂട് താഴെ വീണ് ചെതറിയ പടം പിറ്റേ ദിവസം പത്രത്തിൽ വന്നാൽ ഇവിടെ ഇളകും. സുപ്രീം കോടതി അവസാന കോടതി ആയതുകൊണ്ടാണ് അത് പരമമായ കോടതിയായി മാറുന്നത്. അല്ലാതെ അത് സത്യം പറയുന്നതുകൊണ്ടല്ല, നീതി തരുന്നതുകൊണ്ടല്ല. നിങ്ങൾക്ക് തരുന്നത് നീതിയാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നത് വഴിയാണ് ഈ നിയമ സംവിധാനം നിലനിൽക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗവൺമെന്റുകളോട് ചേർന്ന് നിന്ന് അവരെ മസാജ് ചെയ്ത് മുമ്പോട്ട് പോയ ഒരു ഭരണ വ്യവസ്ഥയാണെന്നും ഏതോ രാജ്ഞി മരിക്കാൻ നേരത്ത് കെട്ടിയ കറുത്ത കോട്ടും കറുത്ത ഗൗണും ഈ ചൂടുള്ള രാജ്യത്ത് 50 ഡിഗ്രി സെൽഷ്യസിലും 45 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ഫാൻ പോലും ഇല്ലാത്ത കോടതിയിൽ പലപ്പോഴും 5 ലെയർ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന്റെ വലിയൊരു ഗതികേടാണ്. IPC മോശമായതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ക്രൈം ശിക്ഷിക്കപ്പെടാതെ പോവുകയോ IPC ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും പ്രതി രക്ഷപ്പെട്ടു പോവുകയോ ഏതെങ്കിലും നിരപരാധി ശിക്ഷിക്കപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഹനുമാൻ സേന ചൂരലും കൊണ്ട് പ്രണയ ജോഡികളുടെ പുറകെ നടക്കുന്നത് പോലെയുള്ള ഒരു ലോ മേക്കിംഗ് അതിന്റെ ടേസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. മരത്തെ അങ്ങ് ഭയങ്കര പരിസ്ഥിതിയുടെ എന്തോ ഒരു ഐക്കണായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം കേരളത്തിലുള്ള എല്ലാവരും മരം നടലായിരുന്നു പരിസ്ഥിതി പ്രവർത്തനം. ഒരു മരം വെച്ചുപിടിപ്പിച്ചാൽ നമ്മൾ പരിസ്ഥിതിക്കാരനായി എന്നുള്ള രീതിയിലും നമ്മൾ മരം വെച്ചില്ലെങ്കിൽ നമ്മൾ ഭയങ്കര മോശക്കാരനാകുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഐക്കണൈസേഷനിലേക്ക് പോയി. അറബിക്കടലിൽ നിന്ന് 100 കിലോ മത്സ്യം പിടിക്കുമ്പോൾ 30 കിലോ പ്ലാസ്റ്റിക് ആണ് കിട്ടുന്നത്. ഇത് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് നമ്മുടെ വയറ്റിലേക്ക് തന്നെയാണ്. നിയമശാസ്ത്രത്തെ പറ്റി നല്ല അറിവില്ലെങ്കിൽ ഈ നാട്ടിൽ നിയമനിർമ്മാണത്തിലും നിയമം നടപ്പാക്കുന്നതിലും നിയമം വ്യാഖ്യാനിക്കുന്നതിലും നമുക്ക് റോളില്ലാതിരിക്കുകയും നമ്മൾ അതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യും. കേരള ഹൈക്കോടതിയിലും ദേശീയ ഹരിത ട്രൈബ്യൂണലിലും അഭിഭാഷകനായി ജോലി ചെയ്യുന്ന, സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ പൗരാവകാശ പ്രശ്നങ്ങളിലൊക്കെ വളരെ സജീവമായി നിശിതമായി നവമാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും എഴുതുന്ന, സംവാദങ്ങളിൽ ഇടപെടുന്ന അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് മാഡിസം ഡിജിറ്റൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഈ സെഷനിൽ നമ്മോടൊപ്പം ഉള്ളത്. വക്കീലന്മാരെ കൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു ശീർഷകത്തിന് കീഴിലാണ് നാം ഇരിക്കുന്നത്. സ്വാഗതം ഹരീഷ്. സ്വാഗതം. നമസ്കാരം. ആ ശീർഷകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനതയാണ് ഇവിടെ പരമാധികാരി എന്ന് നാം പറയാറുണ്ട്. നീതിന്യായ വ്യവസ്ഥയിൽ നിയമനിർവഹണത്തിനു വേണ്ടി ഒരു ഇടനിലക്കാരെ പോലെ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നു എന്നത് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ദൗർബല്യത്തെയോ പരിമിതിയെയാണോ കാണിക്കുന്നത് എന്നൊരു ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ജനാധിപത്യം മാത്രമല്ല, എല്ലാത്തരം ലോക വ്യവസ്ഥയ്ക്കകത്തും അഭിഭാഷകർ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. മുതലാളിത്ത രാജ്യത്തിൽ അഭിഭാഷകരുണ്ട്. നിയമം അല്ലെങ്കിൽ നിയമവാഴ്ച നടക്കുന്ന എല്ലാ സ്ഥലത്തും അഭിഭാഷകരുടെ ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ നിയമം എപ്പോഴാണ് വരുന്നത്? ഒരു റിസോഴ്സ് വളരെ കുറവും അതിനുള്ള ഡിമാൻഡ് വളരെ കൂടുതലുമുള്ള ഒരു മനുഷ്യരുണ്ടാക്കിയിരിക്കുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നിയമത്തിൻ്റെ ആവശ്യം വരുന്നത്. നമ്മൾ തമ്മിൽ രണ്ടുപേരും ഒരു കപ്പലിൽ കയറി നടുക്കടലിലൂടെ പോവുകയാണെങ്കിൽ അതിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാനൊക്കെ ആവശ്യത്തിന് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ പ്രത്യേകിച്ച് കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ തുണി ഉടുക്കാതെ തുള്ളാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അത് വേറൊരാളെ ബാധിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റേയാൾക്ക് അസ്വാരസ്യം വരുമ്പോഴാണ് അവിടെ നിയമത്തിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അതാണ് നമ്മൾ ലോ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ ലോ എന്താണെന്ന് നിർവചിക്കേണ്ട ആവശ്യം വരുന്നു. എഴുതി വെച്ച നിയമം നടപ്പാക്കുന്നതാണല്ലോ നീതി. അപ്പോൾ നീതി കിട്ടുന്നതിനാവശ്യമായ ഒരു ടൂള് മാത്രമാണ് നിയമം, ഒരു പ്രധാനപ്പെട്ട ടൂൾ. ആ നിയമത്തെ വ്യാഖ്യാനിക്കുകയാണ് അഭിഭാഷകരുടെ ഉത്തരവാദിത്വം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ സമൂഹത്തിലും, ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ നിയമത്തിന് പങ്കില്ലേ? അതായത് എങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങൾ, ആ കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിനൊരു നിയമം ഉണ്ടാവും, മുതലാളിത്ത സമൂഹത്തിനൊരു നിയമം ഉണ്ടാവും. മതരാഷ്ട്രങ്ങൾ, അവിടെ മതനിയമമുണ്ട്. ഈ മതനിയമം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ അഡ്വക്കേറ്റ്സ് എന്നായിരിക്കില്ല ഒരുപക്ഷെ അറിയപ്പെടുന്നത്, അവരവിടുത്തെ മതകോടതികളുടെ നിയമ വിശാരദരായിരിക്കും, മതപണ്ഡിതരായിരിക്കും. അപ്പം എല്ലാത്തരം സമൂഹങ്ങളിലും ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്. ഈ ട്രാൻസ്ലേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രീവൻസ്, നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് കിട്ടുന്ന അനീതി എന്ന് തോന്നുന്ന ഒരു സംഗതിയെ, നിങ്ങളുടെ വെർഷനെ ശരിയായ ഒരു നിയമത്തിൻ്റെ കണ്ണിൽ കണ്ടിട്ട് അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് മറ്റേയാളോട് പറയാൻ ശ്രമിക്കുകയാണ്. ട്രാൻസ്ലേറ്റർ പണിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ സൈഡിൽ അങ്ങനെയല്ല,
ഇതിങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വൽ നടക്കുന്നത് ട്രാൻസ്ലേഷനാണ്. രാജ്യമുണ്ടാക്കിയ അതത് രാജ്യങ്ങളുണ്ടാക്കിയ, ഇപ്പോൾ ഇവിടെയാകുമ്പോൾ ഇന്ത്യ എന്ന രാജ്യമുണ്ടാക്കിയ നിയമങ്ങൾ ഈ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ട്രാൻസ്ലേഷനാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ആ ഭാഷ അറിയാവുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ ജർമ്മൻ ഭാഷ അറിയാവുന്നവരെ ജർമ്മൻ ട്രാൻസ്ലേറ്റർ ആക്കുന്ന പോലെ, ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന പോലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആക്കുന്ന പോലെ, നിയമത്തിൻ്റെ ഭാഷ അറിയുന്ന ആളുകളെ നമ്മൾ നിയമജ്ഞരായിട്ട് കണക്കാക്കുന്നു, വക്കീലന്മാരായി കണക്കാക്കുന്നുള്ളതാണ്. ഇതാണ് സങ്കല്പം. നടക്കുന്നത് അതുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ബന്ധമുണ്ടോ എന്നൊക്കെ വേറെ വിഷയം. ഇപ്പോൾ സയൻസ് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സംഗതി ആണ് പഠിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ വളരെ റൂട്ടിലേക്കൊന്നും പോകുന്നില്ല. സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മൾ സയൻസിൽ പോകുന്നില്ല. പക്ഷേ നമ്മൾ സയൻസ് അനുഭവവേദ്യമാവുന്നുണ്ട് നമുക്ക്. ഈ നിയമത്തിൻ്റെ രീതിശാസ്ത്രം, നിയമത്തിൻ്റെ ജൂറിസ്പ്രുഡൻസ്, സയൻസ് നിയമശാസ്ത്രം എന്ന് പറയുന്ന സംഗതി, അത് നമുക്കങ്ങനെ അനുഭവവേദ്യമാവും വിധം ഒരു ചർച്ച നടത്തുന്നൊരു സമൂഹമല്ല ഇന്ത്യയിൽ. അത് വളരെ ഉപരിപ്ലവമായി മാത്രം നടക്കുന്ന ഒരു ചർച്ചയാണ് നിയമത്തെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ സത്യത്തിൽ അത് നിയമശാസ്ത്രം കുറച്ചുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പല അനീതികളും കിടക്കുന്നത് ഈ സംഗതി മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, അതായത് ഒരു ഭാഷ അറിയില്ലെങ്കിൽ ഒരു സമൂഹം ആ ഭാഷ എഴുത്തുമാതിനെ അറിയാത്തവരാണെങ്കിൽ അവരെന്തുമാത്രം ജനാധിപത്യത്തിൽ പിന്തള്ളപ്പെട്ടു പോകും അല്ലേ? ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഇവിടെ ഒരു മേൽക്കൈ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇംഗ്ലീഷ് വ്യവഹാര ഭാഷയായി നടക്കുന്ന ഒരു സാധനത്തിനകത്ത് എനിക്കൊരു സ്റ്റേക്ക് കിട്ടണമെങ്കിൽ ആ ഭാഷ കൂടി ഞാൻ അറിഞ്ഞിരിക്കണം. ഹിന്ദി അറിയാത്തതുകൊണ്ട് നമുക്ക് ഡൽഹിയിലോ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലെ പല മേഖലയിലും പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് നിയമശാസ്ത്രത്തെപ്പറ്റി നല്ല അറിവില്ലെങ്കിൽ ഈ നാട്ടിൽ നിയമനിർമ്മാണത്തിലും നിയമം നടപ്പാക്കുന്നതിലും നിയമം വ്യാഖ്യാനിക്കുന്നതിലും നമുക്ക് റോളില്ലാതിരിക്കുകയും ആ നടപ്പാക്കുന്നത് അവരുടെ വ്യാഖ്യാനമാവുകയും നമ്മളതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി ആഴത്തിൽ ചെയ്യേണ്ടതാണെന്ന് അങ്ങനെയാണ് ഒരു സമൂഹം ഡെവലപ്പ് ചെയ്യുക. അത് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത കാലത്ത് ഇന്ത്യക്കാരെങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവിതത്തെ കണ്ടത്? അധകൃതൻ വിചാരിച്ചിരുന്നത് അധകൃതനായിട്ട് തന്നെ ജീവിക്കണം എന്നാണ്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ ഇവിടുത്തെ ഒരു നിയമമായിരുന്നു. അതായിരുന്നു നിയമം. അപ്പോൾ അംബേദ്കർ വന്നിട്ട് അതൊരു കുറ്റകൃത്യമായി മാറ്റുന്നത് നിയമം മാറ്റി എഴുതിയിട്ട് മാത്രമല്ല, നിയമം മാറ്റി എഴുതുന്നതിന് ഒരു നിയമസംഹിത, ഒരു തത്വസംഹിത ഉണ്ടാക്കിയിട്ട് ഈ തത്വസംഹിത ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് പിന്നെ നിയമം മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ട്രാൻസ്ലേഷനാണ്, സോഷ്യൽ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വാസ്തവത്തിൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. പറഞ്ഞതിൻ്റെ ഇടയിലുള്ള ഒരു കാര്യത്തിൽ നിന്ന് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അത് നിയമത്തിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ലോകത്തെ വികസിത മുതലാളിത്ത രാജ്യങ്ങളെ അല്ലെങ്കിൽ വികസിത പാതയിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അവിടെയെല്ലാം അവിടുത്തെ വികസനം, വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന നിർമ്മാണം, നീതിന്യായം, ഈ കാര്യങ്ങളൊക്കെ അവരുടെ മാതൃഭാഷയിൽ നിർമ്മിച്ചെടുക്കാൻ അല്ലെങ്കിൽ മാതൃഭാഷയിൽ നിർവഹിക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയോ അവസരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതോ ആയ സമൂഹങ്ങളാണ്. നേരെ മറിച്ച് വികസ്വര രാജ്യങ്ങളെ, വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ മേഖലകളിലൊക്കെ മിക്കവാറും രാജ്യങ്ങൾ ഒരു അന്യഭാഷയെ ആശ്രയിക്കുന്ന സമൂഹങ്ങൾ കൂടിയാണ് എന്ന് കാണാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ അല്ലെങ്കിൽ രാഷ്ട്ര സങ്കല്പനത്തിൻ്റെ പരമാധികാരികളായി ജനം നിൽക്കുന്നുവെന്ന് സ്വയം നിർവചിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുടെ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലെയും ഒരു നിർവഹണ ഭാഷ ഒരു അന്യഭാഷയായിരിക്കുന്ന ഒരു സാഹചര്യം എത്രത്തോളം ജനാധിപത്യത്തിന് ഭൂഷണമാണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ കോടതി ഭാഷ മലയാളം ആക്കണം, പ്രാദേശിക ഭാഷയിലായിരിക്കണം നമ്മുടെ ട്രയലുകൾ നടക്കുന്നത് തുടങ്ങിയ സംഗതികളൊക്കെ. അപ്പോൾ നമ്മുടെ മുമ്പിൽ അതിനുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ ആ മേഖലയിൽ അത് പറയാനുള്ളൊരു എക്സ്പേർട്ടല്ല. പക്ഷേ നിയമത്തിൽ ഗവേഷണം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും നിയമവിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും 10-12 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഗതി, ഇന്ത്യ ഒരു കോമൺ ലോ ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ബ്രിട്ടീഷ് നിയമമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒറിജിൻ. ബ്രിട്ടനിൽ ഫോളോ ചെയ്യുന്ന കോമൺ ലോ. അപ്പോൾ കോമൺ ലോ കൊണ്ടുവന്ന ചില കൺസെപ്റ്റുകളുണ്ട്. ഈ കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ന്യായ സംവിധാനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ എന്ന സമൂഹത്തിന് പരിചിതമല്ലാത്ത നീതി തത്വങ്ങൾ
നമ്മളുടെ പ്രധാനപ്പെട്ട നീതി തത്വങ്ങളായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈക്വാലിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിലില്ല. അതെ, അങ്ങനെ ഒരു സംഗതിയേ ഇന്ത്യയിലില്ല. അടിസ്ഥാനപരമായ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. നമുക്ക് ഈക്വാലിറ്റി എന്ന് പറയുന്നത് മനസ്സിലാവില്ല, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. അങ്ങനെ ഇന്ത്യക്ക് ഒരു തരത്തിലും പരിചിതമല്ലാത്ത ചില ആശയങ്ങളെ ഈ ഇന്ത്യയുടെ ആശയമായി ഉണ്ടാക്കിയെടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറയുമ്പോൾ പിന്നെ ഈ മെക്കാളെ കൊണ്ടുവന്ന ക്രിമിനൽ നിയമമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ IPC ഒരു കാലത്ത് കുറ്റം പറയാറുണ്ട്. CRPC IPC മെക്കാളെ കൊണ്ടുവന്നാണ് പറയും. നമ്മുടെ ഭരണഘടനയ്ക്ക് ശേഷം വന്നിട്ടുള്ള തുല്യതയെ സങ്കല്പിക്കുന്ന സകല സങ്കല്പങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അത് ഇന്ത്യയുടെ കൺസെപ്റ്റിലില്ല. അപ്പോൾ ഇന്ത്യയുടെ കൺസെപ്റ്റിലില്ലാത്ത തത്വങ്ങളെ നമ്മൾ ഈ കോമൺ ലോയിൽ കൊണ്ടുവരുമ്പോൾ ഇതിന് പലതിനും തത്തുല്യമായ ഭാഷാ പ്രയോഗങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഭാഷ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ രൂപകൽപ്പനയാണ്. ആ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ഭാഷയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പല സംഗതികൾ നോക്കിയാൽ നമുക്ക് മലയാളത്തിൽ പകരം വാക്കുകൾ കണ്ടുപിടിക്കാനുണ്ടാവില്ല. ഇപ്പം ഈക്വാലിറ്റിക്കും ഇക്വിറ്റിക്കും തുല്യമായി നമുക്ക് മലയാളത്തിൽ തുല്യത എന്ന് പറയുന്ന അവിടെ എവിടെയും ഇല്ലാത്തൊരു വാക്ക് മാത്രമാണുള്ളത്. അങ്ങനെ നമുക്ക് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പം മലയാളം എന്ന ഭാഷയുടെ പരിമിതി നമുക്ക് സമാനമായ നിയമ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ചില സംജ്ഞകളെ നമുക്ക് മലയാളത്തിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള സംവിധാനമില്ല. അത് മലയാളം എന്ന സമൂഹത്തിൻ്റെ, കേരളം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ കുഴപ്പമാണ്. 2, നിയമം എന്ന് പറയുന്നത് ഓരോ വാക്കിലും അതിൻ്റെ പങ്ക്ച്വേഷനിലും അതിൻ്റെ കുത്തിലും കോമയിലും ഒക്കെ ആളുകളുടെ ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു സംവിധാനമാണ്. അപ്പം നമുക്കത് ആ തട്ടിലേക്ക്, അതായത് ഓരോ ഭാഷയിലേക്കും അതിന് തത്തുല്യമായ ട്രാൻസ്ലേഷൻ, അതിൻ്റെ അർത്ഥം ചോരാതെ കൊടുക്കുക ബുദ്ധിമുട്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ ഈ കോമൺ ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ കോമൺ ലോയിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെട്ട സംഗതികൾ ഈ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന സംഗതികൾ ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ മൂല്യമായിരിക്കാം. ചില സമയത്ത് നമുക്കതിൻ്റെ ഇത് ചോർന്നു പോകും. ആ ചോർന്നു പോകുമ്പോൾ അത് അനീതിയായി മാറും ചില ആളുകളോട്. ഇതൊക്കെ കൊണ്ടാണ് ഒരു തരത്തിൽ അത്, പക്ഷേ അപ്പോഴും നമ്മൾ ശ്രമിച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും ഉണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ ജാടയാണ്. അതായത് ഇംഗ്ലീഷ് നിലനിർത്തുന്നത് വഴി മാത്രം സംഭവിക്കുന്നൊരു കോംപ്ലക്സിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നിയമം വളരെ ലളിതമായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ഇത് ലളിതമായി വ്യാഖ്യാനിക്കുകയും, മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുന്ന പോലെ, കമ്മ്യൂണിസ്റ്റ് ആചാര്യനോട് ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്ന പോലെ, ഇത് വളരെ ലളിതമായ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പോലെ മനസ്സിലാക്കി കൊടുത്താൽ ഇതിൻ്റെ ഈ എന്താ പറയുക, ഇതിൻ്റെ ഒരു ബിൽട്ടപ്പ് അതില്ലാണ്ടാവും. ഈ ബിൽട്ടപ്പിലാണ് ഇത് നിൽക്കുന്നത്. നിങ്ങൾക്ക് തരുന്നത് നീതിയാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നത് വഴിയാണ് ഈ നിയമ സംവിധാനം നിലനിൽക്കുന്നത്. അത് തരുന്നത് നീതിയാണോ, എത്ര ശതമാനം അതിനകത്ത് നീതി ഉണ്ടെന്നൊക്കെ ഉള്ളത് വേറെ വിഷയമാണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ നീതിയാണ് തരുന്നത് എന്ന് സിസ്റ്റം നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഏതോ രാജ്ഞി മരിക്കാൻ നേരത്ത് കെട്ടിയ കറുത്ത കോട്ടും കറുത്ത ഗൗണും ഈ ചൂടുള്ള രാജ്യത്ത് 50 ഡിഗ്രി സെൽഷ്യസിലും 45 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ഫാൻ പോലും ഇല്ലാത്ത കോടതിയിൽ പലപ്പോഴും ഈ 5 ലെയർ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ വലിയൊരു എന്താ പറയുക ഗതികേടാണ്. ആ ഗതികേട് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ബിൽട്ടപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് ഈ സിസ്റ്റത്തോട് വിശ്വസിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ആളുകൾ ഇപ്പോഴും ആ നിലവാരത്തിലേ എത്തിയിട്ടുള്ളൂ എന്ന് ജുഡീഷ്യറി കരുതുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം ആളുകൾക്ക് ഇപ്പോഴും ഈ ബഹുമാനവും ഈ പറയുന്ന ഒരു എന്താ പറയുക കെട്ടി അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, അതിൻ്റെ പുറത്താണ്. അല്ലാതെ നിങ്ങൾ കണ്ടൻറ് വൈസ് അല്ല നിങ്ങൾ ഇതിനെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഒരു ജനാധിപത്യത്തിലെ വലിയ ഒരു റോള് കണ്ടിട്ടല്ല ഇതിനെ ബഹുമാനിക്കുന്നത്. നൈതിക തലം ആലോചിച്ച് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടുള്ള അജ്ഞത കൊണ്ടാണ്. അജ്ഞത കൂടുന്തോറും നിങ്ങൾക്ക് അതിനോടുള്ള റെസ്പെക്റ്റ് കൂടും. അപ്പം ആ അജ്ഞത നിലനിർത്തിക്കൊണ്ട് ഈ സിസ്റ്റം നിങ്ങളെ പേടിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 140 കോടി ജനങ്ങളുള്ളൊരു രാജ്യത്തെ ഈ ഇത്ര നിയമങ്ങളും ഈ നിയമ സംവിധാനവും വെച്ചിട്ട് എല്ലാവർക്കും നീതി കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകളിലാണ് ഒരേ നിയമം വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. ഭയങ്കര കഷ്ടമാണ്. എക്സ്ട്രീം ഡിഫറൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിൽ ഒരേ നിയമം ഒരേപോലെ അപേക്ഷിക്കും. 2 തരത്തിലുള്ള നീതിയാണ് നടപ്പാക്കപ്പെടുക. അതൊക്കെ അങ്ങ് കുഴച്ചിട്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ട് ഉള്ളതുപോലെ വിളമ്പാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് നീതിന്യായ സംവിധാനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കുറച്ച്
ജഡ്ജ്മെൻറ്റുകളൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരാം, കുറച്ച് വാദങ്ങളൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരാം. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് പലതും ഇംഗ്ലീഷിൽ തന്നെ നിലനിൽക്കുക. അതിൽ ഒരു നമുക്ക് മറ്റു പല മേഖലകളും കവർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പോലും അതിനോട് ചേർത്തിട്ട് 1-2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വാസ്തവത്തിൽ ഇംഗ്ലണ്ടിലെ കോടതി ഭാഷ ഫ്രഞ്ചായിരുന്നു. അതെ, ജോർജ് രണ്ടാമൻ്റെ ഒരു പ്രഖ്യാപിതമായ വിളംബരത്തോടു കൂടിയാണ് അത് ഇംഗ്ലീഷായി മാറുന്നത്. ഇനി മേൽ ആരെങ്കിലും ഫ്രഞ്ച് കോടതികളിൽ ഇംഗ്ലീഷ് കോടതികളിൽ ഫ്രഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 50 പൗണ്ട് പിഴയടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ ഇംഗ്ലീഷ് ആക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബോധപൂർവമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ സാധ്യമാകും ഒരു വിൽ പവർ ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെ. അതിലൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷാണെന്ന് നമ്മൾ പറയുമ്പോഴും ഞങ്ങൾ പഠിക്കുന്ന ഏതാണ്ട് എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാന നിയമതത്വങ്ങൾ ലാറ്റിനാണ്. അതെ, അത് ഇംഗ്ലീഷല്ല. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ക്യൂറി എന്ന പദമൊക്കെ അത് ഏറ്റവും കൂടുതൽ ജനകീയമായ ഒരു പദമാണ്. ഓഡി ആൾട്രം പാർട്ടം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഹിയറിംഗ് ദി അതർ സൈഡ്, യു ഷുഡ് ഹിയർ ദി അതർ സൈഡ് എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെതിരെ വിധി പറഞ്ഞാലും നിങ്ങൾ അയാളെ കേട്ടിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓഡി ആൾട്രം പാർട്ടം മുതലുള്ള എല്ലാ ലീഗൽ മാക്സിംസും ഇപ്പോഴും നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും കോടതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ലാറ്റിനാണ്. ഈ ലാറ്റിൻ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇതിൻ്റെ ഒറിജിൻ അവിടെയാണ്. അപ്പോൾ നമ്മളിപ്പോഴും സോഴ്സ് അതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭാഷാപരമായ സംഗതിയല്ല. എവിടെ നിന്നാണോ ഈ ആശയം പിറവിയെടുത്തത് അതിൻ്റെ കൾച്ചറൽ റൂട്ട്സ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന അത്തരം ഒരു മൗലികവാദം, ഭാഷാ മൗലികവാദം ആവശ്യമില്ല. അതിന് പകരം എന്തിനാണ് നമ്മൾ ഈ ഭാഷ ഉപയോഗിക്കണമെന്ന് പറയുന്നത്? ഈ വ്യവഹാരത്തിനകത്ത് ആളുകൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയാണ്. ആളുകൾക്കിത് മനസ്സിലാവും വിധം ഇതിനെ ലഘൂകരിക്കുകയാണ് വേണ്ടത്. ഒരു കാര്യം, 2 പേര് തമ്മിലുള്ള തർക്കത്തിന് 400 പേജ് ജഡ്ജ്മെൻറ്റ് എഴുതി വെച്ചാൽ ഇത് കേസ് നടത്തിയ വക്കീലന്മാർ തന്നെ ഇത് വാദിക്കണമെങ്കിൽ വേറെ ഫീസ് കൊടുക്കേണ്ടി വരും, വായിക്കണമെങ്കിൽ. അത്രയും വലിയ. അപ്പം അങ്ങനെ അല്ലാതെ ഇതിൽ ലഘൂകരിക്കാൻ കഴിയുന്നില്ല. ഞാനും നിങ്ങളും കൂടി കോടതി പോയാൽ നമുക്ക് 2 പേർക്കുമുള്ള വാദങ്ങളെ കൂടുതൽ കോംപ്ലക്സ് ആക്കി 2ഉം കൂടി കുഴച്ചിട്ട് ഒരു പുതിയ സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏത് ഭാഷയിൽ എഴുതിയാലും ഇത് കൂടുതൽ കോംപ്ലക്സ് ആവുകയാണ്. അതിന് പകരം ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 2 പേർക്കും ഓക്കെ കിട്ടിയത് നീതിയാണ്, എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, എന്നാലും നിങ്ങൾക്ക് കുറച്ചധികം കിട്ടിയെങ്കിലും അതോ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു നീതിയാണെന്ന് എനിക്ക് തോന്നുന്ന സമയത്താണ് അത് നീതിയാവുന്നത്. അതില്ല. നമ്മളിപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മൾ തമ്മിൽ പ്രശ്നത്തിലാവുന്നു. നമ്മൾ ആദ്യം മുൻസിഫ് കോടതി പോകുന്നു, ജില്ലാ കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, സുപ്രീം കോടതി പോകുന്നു. അവിടെ കേസ് തീരുകയാണ്. ഇനി അതിന് മുകളിൽ പോകാൻ കോടതിയില്ല. അപ്പം നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടിയതായി കണക്കാക്കും, ഞാനാണ് ജയിക്കുന്നതെങ്കിൽ എനിക്ക് നീതി കിട്ടിയതായി കണക്കാക്കും. അതിനപ്പുറത്ത് കോടതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും ഫൈറ്റ് ചെയ്തേനെ. അപ്പം അതുകൊണ്ട് കിട്ടുന്നത് നീതിയാണെന്ന് കരുതി സമാധാനിക്കുകയാണ് എന്ന് കൃഷ്ണയ്യർ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി അവസാന കോടതി ആയതുകൊണ്ടാണ് അത് പരമമായ കോടതിയായി മാറുന്നത്, അല്ലെങ്കിൽ അല്ലാതെ അത് സത്യം പറയുന്നതുകൊണ്ടല്ല, നീതി തരുന്നതുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് തന്നെ IPCയെ സംബന്ധിച്ചോ അതിൻ്റെ ഒരു ഒറിജിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ IPC എന്നല്ല BNS എന്നാണ് പറയുന്നത്. ഭാരതം എന്ന പദത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് തീർച്ചയായും യൂണിയൻ ഓഫ് ഇന്ത്യ എന്നതിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തത ആർന്നാണ്. എന്തൊക്കെയാണ് നമ്മുടെ നിയമവ്യവഹാരങ്ങളിൽ മൗലികമായി ഈ ഒരു മാറ്റം കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ? അല്ലെ അത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ പല ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. അതങ്ങനെ ആവുന്നത് സംബന്ധിച്ച് ഈ 1800കളുടെ അവസാനം ഉണ്ടാക്കിയിട്ടുള്ള IPCയും പിന്നീട് വന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡൊക്കെ ഇംഗ്ലീഷ് നിയമങ്ങളാണ്. ഈ ഇംഗ്ലീഷ് നിയമങ്ങളിലൊരു കുഴപ്പം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യക്കാരെ ഡീൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി ഇല്ല, ഡെമോക്രസി ഇല്ല. നിയമം നടപ്പാക്കുന്ന ആളും നിയമത്തിന് വിധേയനാകുന്ന ആളും 2 ആളുകളാണ്. ഒരിക്കലും ഈ നിയമം നടപ്പാക്കുന്ന ആളുകൾ അതിന് വിധേയമാകേണ്ടി വരുന്നൊരു സാഹചര്യത്തിലല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് അത് അൺഡെമോക്രാറ്റിക്കാണ്. അത് പിന്നെ ഇന്ത്യക്കാരായ കുറ്റവാളികളെ ബ്രിട്ടീഷുകാർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് ശേഷം ആർട്ടിക്കിൾ 13 പറയുന്നത് പോലെ ഭരണഘടനയ്ക്ക് മുമ്പുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഭരണഘടനയുടെ ഈ ഇതിനകത്തൂടെ കടന്നു പോകുമ്പോൾ അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം പോകേണ്ടത് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അസാധുവാക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് വാസ്തവത്തിൽ ഇതിൽ പലതും അസാധുവാക്കപ്പെടേണ്ടവയായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. പകരം അത് പുതുക്കണമെന്നുള്ള വലിയ ഡിമാൻഡുണ്ടായി. ഈ വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ കൊടുമ്പിരി കൊണ്ടതിന് ശേഷം എല്ലാത്തിനും ഇന്ത്യനൈസേഷൻ വേണം എന്ന് പറയുന്നൊരു വാദത്തിൻ്റെ കൂടെ നമ്മുടെ നിയമങ്ങളും ഇന്ത്യനൈസ് ചെയ്യപ്പെടണം എന്നൊരു വാദമുണ്ടായി. അങ്ങനെയാണ് ഈ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നിയമങ്ങൾ
ഭാരതമായി മാറുന്നതും അതിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞല്ലോ. സത്യത്തിൽ ഈ മെക്കാളെ ഉണ്ടാക്കിയ നിയമങ്ങൾ ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന ക്രൈംസിനെ വളരെ ആഴത്തിൽ പഠിച്ചുണ്ടാക്കിയ നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് ഇറക്കി എന്നതൊഴിച്ചാൽ അതിൻ്റെ കെട്ടിലോ മട്ടിലോ അതിൻ്റെ കണ്ടൻറ്റിലോ അന്തസത്തയിൽ 90% അല്ലെങ്കിൽ 95% ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. വരുത്താൻ ഇവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഞാൻ പറഞ്ഞു ഈ ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് എത്ര ലോ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നു, എത്ര ജഡ്ജിമാർ ഇതിൻ്റെ പുറത്ത് വിധിന്യായങ്ങൾ പറഞ്ഞു. പക്ഷെ അവർക്കാർക്കും ഈ പറയുന്ന ഒരു ഇതിൻ്റെ കണ്ടന്റിനെ മാറ്റിമറിക്കും. കാരണം നമ്മുടെ ക്രൈമിൻ്റെ ഒരു സ്വഭാവവും ഒരു രീതിയും അതിൻ്റെ ബേസിക് സംഗതികളും എല്ലാം ഈ 1800-കളിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. IPC മോശമായതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ക്രൈം ശിക്ഷിക്കപ്പെടാതെ പോവുകയോ IPC ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും പ്രതി രക്ഷപ്പെട്ടു പോവുകയോ ഏതെങ്കിലും നിരപരാധി ശിക്ഷിക്കപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് പുതിയ രൂപത്തിൽ ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. മാറ്റം വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ വയ്യ. ഇന്ത്യനൈസേഷൻ ഓഫ് ലോ കൊണ്ടുണ്ടായ ഒരു സംഗതി, നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങൾ പലതും കൊളോണിയലാണെന്നും അത് ആൻറ്റി ഇന്ത്യൻ ആണെന്നും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പറഞ്ഞിരുന്ന സംഗതി കൂടുതൽ ജനാധിപത്യ വിരുദ്ധമായ പ്രൊവിഷൻസ്. ഇപ്പോൾ 14 ദിവസം കഴിയുമ്പോഴെങ്കിലും റിമാൻഡ് ചെയ്ത് വരുമായിരുന്നു പണ്ടൊക്കെ ആളുകൾക്ക്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുക. കാരണം ഇടി കിട്ടിയാൽ 14 ദിവസം കൂടുമ്പോഴെങ്കിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുകൊണ്ട് പണ്ട് ഈ തുണി ഉള്ള നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ടേ ഇടിക്കുള്ളൂ, മേത്ത് പാട് വരാൻ പാടില്ല. അത് ദീർഘിപ്പിക്കുന്ന 90 ദിവസം വരെയൊക്കെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സുപ്രീം കോടതി റദ്ദാക്കിയ ഒന്നാണ് ഈ ബൈഗമി എന്ന് പറയുന്നത്. പോളിഗമി, അതായത് ഒരു പുരുഷൻ ഒരു വൈവാഹിക ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ സ്ത്രീ വൈവാഹിക ജീവിതത്തിലിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ അതൊരു കുറ്റകൃത്യമല്ല ഇന്ത്യയിൽ. അത് നിങ്ങൾ വേറെ ഡീൽ ചെയ്യേണ്ടതാണ്, സിവിൽ ലോയിൽ ഡീൽ ചെയ്യേണ്ടതാണ്, അത് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് എടുത്തു കളഞ്ഞു. അത് വേറെ രൂപത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം അത്തരം സംഗതികൾ വരെ കുറ്റകൃത്യമാണ്. നിങ്ങളൊരു വിവാഹ ബന്ധത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയോ ആരെങ്കിലും ഒരാളെ നിങ്ങൾ, അതിൽ പ്രത്യേകിച്ച് സ്ത്രീയെ നിങ്ങൾ വശീകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളൊരു കുറ്റക്കാരനായി മാറുന്ന തരത്തിലുള്ള വ്യവസ്ഥകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ഈ ഹനുമാൻ സേന ചൂരലും കൊണ്ട് ഈ പ്രണയ ജോഡികളുടെ പുറകെ നടക്കുന്നത് പോലെയുള്ളൊരു ലോ മേക്കിംഗ്, അതിൻ്റെ ടേസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത്തരം ചില മൈനർ സംഗതികൾ ഒഴിച്ചാൽ ഇത് പഴയത് തന്നെയാണ്. അതെ അതെ, അത് കുറച്ചുകൂടെ മോശമായിട്ടുണ്ട്. ഇപ്പോൾ UAPA നമ്മൾ കാണാത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അതിൽ പോലും കാണാത്ത ചില പ്രൊവിഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന സംഗതിയാണ്. പക്ഷേ ഇതിലൊട്ടും അത്ഭുതമില്ലാത്തത്, ഈ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമായി? 75 വർഷം കഴിഞ്ഞു. 124 എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ, 124A ആണെന്ന് തോന്നുന്നു, IPC പഴയ ഒരു പ്രൊവിഷനാണ് സെഡീഷൻ എന്ന് പറയുന്ന, അതായത് രാജ്യദ്രോഹം. ഈ രാജ്യദ്രോഹത്തിൽ പറയുന്നത് സർക്കാരിന് അനിഷ്ടമായ എന്തെങ്കിലും ചെയ്താൽ, സർക്കാരിനോട് പ്രീതി തോന്നാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കെതിരെ സെഡീഷൻ ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിന് പ്രീതിയുള്ളതായിരിക്കണം, പ്രീതി സൃഷ്ടിക്കുന്നതായിരിക്കണം. റൈറ്റ് ടു ഡിസെൻറ്റ് എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ബേസിക്കായ പ്രിൻസിപ്പിൾ ആലോചനയില്ലാത്ത കാലത്താണ് ഈ 124B സെഡീഷൻ ഉണ്ടാക്കിയത്. അതായത് ബ്രിട്ടീഷ് രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്ക്, രാജകുടുംബത്തിന് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിക്ക് അപ്രീതി ഉണ്ടാക്കുന്ന ഇന്ത്യക്കാരെ പിടിക്കാൻ ഉണ്ടാക്കിയ നിയമം 75 വർഷം ഇന്ത്യയിൽ നിലനിന്നു. ആളുകൾ ജയിലിൽ പോയി, എന്താ പറയുന്നത്, പലതരത്തിലുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങി. ഇന്ത്യയിലെ ഒരു കോടതിക്കും തോന്നിയില്ലല്ലോ ഈ സർക്കാരിന് അപ്രീതി ഉണ്ടാക്കുന്ന ഒരു വർത്തമാനം പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റിൻ്റെ പേരാണ് ഒപ്പോസിഷൻ ലീഡർ എന്നും, അയാൾക്ക് നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചാണ് ഇവിടെയും പാർലമെൻറ്റിലും അത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ടു ഡിസെൻറ്റിന് വേണ്ടി നമ്മൾ അതൊരു ഭരണഘടനാ അവകാശമായിട്ടും നമ്മുടെ നിയമത്തിൽ സാധാരണക്കാരെ പിടിച്ച് ജയിലിലിടാൻ ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഗവൺമെൻറ്റുകളോട് ചേർന്ന് നിന്ന് അവരെ മസാജ് ചെയ്ത് മുമ്പോട്ട് പോയ ഒരു ഭരണവ്യവസ്ഥയാണെന്നും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന അർത്ഥം പോലും ഇന്ത്യയിലെ ഒരു നിയമത്തിലും എത്തപ്പെട്ടിട്ടില്ല എന്നും, അത്തരത്തിലുള്ളൊരു ജനകീയമായ ഓഡിറ്റിംഗ് ഇന്ത്യയിലെ നിയമങ്ങൾ കടന്നുപോയിട്ടില്ല എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഈ അടുത്ത കാലത്തായി നടക്കുന്ന പരിസ്ഥിതി സമരങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ കൗണ്ടർ ഓഡിറ്റിങ്ങിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ കേരളത്തിലെ മുഖ്യധാര അധികാര രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ
കക്ഷികളെല്ലാം തന്നെ പാരിസ്ഥിതിക സമരങ്ങളോട് നേരത്തെ പുലർത്തിയിരുന്നത് പോലെ ഒരു ജനാധിപത്യ സമീപനമല്ല. അതിൽപ്പെടുന്ന വ്യക്തികളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, വളരെ കോൺട്രവേഴ്സ്യലായ ചില ക്യാമ്പയിനുകൾ നടത്തുക, നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു രണ്ട് എക്സ്ട്രീമിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഒരു നവവികസനവാദം നമ്മുടെ ജനാധിപത്യപരമായ എല്ലാ തുറവികളെയും റദ്ദ് ചെയ്ത് കളയുന്ന വിധത്തിൽ ആ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു കേരളത്തിലൊരു പാരിസ്ഥിതിക മുന്നേറ്റങ്ങളുടെ വർത്തമാനം? പാരിസ്ഥിതിക മുന്നേറ്റങ്ങൾ, ജനകീയമായ പാരിസ്ഥിതിക മുന്നേറ്റങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു കളക്റ്റീവ് സ്വഭാവമില്ല. അതിന് കേരളത്തിലൊരിക്കലും ഒരു ഏകോപന സ്വഭാവം ഉണ്ടായിട്ടില്ല. ജില്ലാ സമിതികളും പ്രാദേശിക സമിതികളും പ്രാദേശിക സമരങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് അത് മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അതിന് പലപ്പോഴും വലിയ കളക്റ്റീവ് ഉണ്ടായി വന്നിട്ടുണ്ട്. സൈലൻറ്റ് വാലി സമരം നമ്മളെടുത്താൽ അങ്ങനെ ഒരു കളക്റ്റീവ് ഉണ്ടായി വന്നിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ ഇത് സ്കൂൾ തട്ടിൽ വരെ ജോൺ സി ജേക്കബൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ അത് ജനകീയമായിട്ടുള്ള പരിപാടികളിലൂടെയാണ് വന്നത്. അതിന് ശേഷം വന്നിട്ടുള്ള പല സമരങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ നായകത്വം വഹിച്ചിരുന്നത് സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും അധ്യാപകരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, ഇമോഷൻ ഡ്രിവൺ ആയിട്ടുള്ള ഒരു പരിസ്ഥിതി മൂവ്മെൻ്റാണ് കേരളത്തിൽ വന്നിട്ടുള്ളതെന്ന് പറയാറുണ്ട്. ഇന്നലെ ഒരു സുഹൃത്ത് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, ആശാൻ്റെ വീണപൂവിൽ നിന്നാണ് ഈ ആദ്യത്തെ മലയാളിയുടെ ഒരു പരിസ്ഥിതി ഇത് രൂപപ്പെട്ടത്. അതിനുശേഷം അതായത് ഒരു വീണ പൂവിനോട് കാണിക്കുന്ന ഒരു അനുകമ്പയിൽ നിന്നൊക്കെ അത് അങ്ങനെയാണ് ഈ പരിസ്ഥിതി. അത് പലപ്പോഴും അത് റൊമാൻറ്റിസിസത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ വന്ന് നമ്മൾ വളരെ തീക്ഷ്ണമായിട്ടുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു. പ്ലാച്ചിമടയിൽ നടന്നത് വളരെ തീക്ഷ്ണമായിട്ടുള്ള സമരമാണ്. പിന്നെ ആറന്മുളയിൽ നെൽവയലുകൾക്ക് വേണ്ടി നടന്നത് തീക്ഷ്ണമായിട്ടുള്ള സമരമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ മൂലധനം ഇത് കേരളത്തിൽ ഇതിനോട് നേർക്ക് നേർ നിന്ന് പോരാടാൻ അശക്തമാണെന്നാണ്. കൊക്കക്കോള പോലുള്ള സമരങ്ങൾ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു കാലത്തും, അതിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം, ഒരു കാലത്തും ഈ പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ട് അവരിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയോ അവരെ ഏതെങ്കിലും തരത്തിൽ അത് ടേക്കപ്പ് ചെയ്യുകയോ അതിനെ ജനകീയവൽക്കരിക്കുകയോ ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അവർ പെരിഫറലായി നിന്നുകൊണ്ട് വിജയിക്കുന്ന സമരങ്ങളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുകയോ ഞങ്ങളാണ് തുടങ്ങിയതെന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് അങ്ങനെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇത് പരിഹരിക്കപ്പെടില്ല. വിളപ്പിൽശാലയിലെ സമരം വിജയിക്കും, വിളപ്പിൽശാലക്കാർ ശക്തമായി സമരം ചെയ്യുന്നതുകൊണ്ട് അത് വിജയിക്കും. എന്നാൽ അത് വിജയിക്കുന്നതുകൊണ്ട് കേരളത്തിലെ മാലിന്യ പ്രശ്നം മറ്റൊരു പഞ്ചായത്തിൽ പോലും പരിഹരിക്കപ്പെടുന്നില്ല. മാലിന്യ കൂനകൾ വേറെയും ഉണ്ടായി വരുന്നു. അപ്പോൾ അത് പൊളിറ്റിക്കലി ഇത് ടേക്കപ്പ് ചെയ്യില്ല എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ് ഒരു അയഞ്ഞ പാർട്ടി സംവിധാനം എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അത്തരം പാർട്ടികൾ, മുസ്ലിം ലീഗ്, കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് അത് ചിലപ്പോൾ നിലപാടുണ്ടെങ്കിൽ അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. പക്ഷേ CPM പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻറ്റേർണലൈസേഷൻ ഓഫ് ജിയോ പൊളിറ്റിക്സ് എൻവയോൺമെൻറ്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരൊരു കാലത്തും അതിനോട് സെൻസിറ്റീവുമായിരുന്നില്ല. അവർ കൂടുതലും ഇതിനെ കുറച്ചുകൂടി, അതായത് പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് പിന്നെ കേവല പരിസ്ഥിതിവാദമാണെന്നും അത് എലൈറ്റിസ്റ്റുകൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നും ഒക്കെയുള്ള ക്ലാസ് വാദത്തിനെതിരായിട്ടുള്ള എന്തോ ഒന്നാണെന്നുള്ളൊരു മട്ടിലാണ് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ട്, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ മാറ്റം, ഈ റൊമാൻറ്റിസിസത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സുഗതകുമാരി ടീച്ചറൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇത് പ്രായോഗികവാദത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ മരം നിലനിൽക്കുന്നത്, ഈ വാദം ഇങ്ങനെ കൂടി അവസാനം നമ്മൾ കാണുന്നത് സൈലൻറ്റ് വാലി സമരത്തിലൊക്കെ മരത്തിന് സ്തുതി എന്ന ടീച്ചറുടെ കവിത മരത്തെ അങ്ങ് ഭയങ്കര പരിസ്ഥിതിയുടെ എന്തോ ഒരു ഐക്കണായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം കേരളത്തിലുള്ള എല്ലാവരും മരം നടലായിരുന്നു പരിസ്ഥിതി പ്രവർത്തനം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ മരം നടലാണ്. അങ്ങനെ വനം വകുപ്പ് ഏറ്റെടുത്ത് കേരളത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും ജൂൺ 5-ന് മരം നട്ടുപിടിപ്പിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. എന്ത് വേറെ തെറ്റ് ചെയ്താലും നമ്മളൊരു മരം വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ പരിസ്ഥിതിക്കാരനായി എന്നുള്ള രീതിയിലും, നമ്മൾ മരം വെച്ചില്ലെങ്കിൽ നമ്മൾ ഭയങ്കര മോശക്കാരനാകുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഐക്കണൈസേഷനിലേക്ക് പോയി. എന്നാൽ ഇതിൻ്റെ മറുവശങ്ങളൊന്നും, ഇപ്പോൾ മരമാണോ ഓക്സിജൻ തരുന്നത് എന്ന ചോദ്യത്തിന്
അല്ല, അതിൽ കൂടുതൽ ഓക്സിജൻ തരുന്നത് കടലിലെ ആൽഗകളാണെന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ ആൽഗേനെ വളർത്തിയപ്പോൾ എന്തിനാ മരത്തിനെ വളർത്തുന്ന, മരം വെട്ടിയാൽ എന്താ കുഴപ്പം? അപ്പം ഇത്തരത്തിൽ പ്രായോഗികമായിട്ടോ ശാസ്ത്രീയമായിട്ടോ അല്ല മലയാളി സമൂഹം പരിസ്ഥിതിയെ നോക്കിക്കണ്ടതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി വരുന്നു. ഒരു തലമുറ അത് ചോദ്യം ചോദിച്ചു തുടങ്ങുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ചോദ്യം വളരെ ലൗഡായി ചോദിക്കപ്പെടുന്നു. നല്ല കാര്യമാണ്. അത് അങ്ങനെ ഒരു മിഥ്യ പൊളിയുന്നത് നല്ലതാണ്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഇപ്പോഴും മലയാളിയിലേക്ക് ചോദിക്കപ്പെടുകയോ അത് ചോദിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു അക്സെപ്റ്റൻസ് കിട്ടുകയോ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം, ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒരു പരിസ്ഥിതി പ്രശ്നമാണ് അല്ലേ? അതെ. 3 കോടി മലയാളികൾ 2 കൊല്ലോ 3 കൊല്ലോ കൂടുമ്പോൾ മാറ്റുന്ന മൊബൈൽ ഫോണുകളിലെ ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്നത്, അതിലെ ഒരു മുട്ടുസൂചിയുടെ അറ്റത്ത് കുത്താൻ കിട്ടുന്ന അത്രയും നിക്കൽ കാഡ്മിയം നമ്മുടെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അത് എന്തുമാത്രം അപകടം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് ശാസ്ത്രം പഠിക്കാതെ തന്നെ ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഹെവി മെറ്റൽസ് എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത്. കേരളത്തിൽ ഈ വേസ്റ്റ് എവിടെയാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. നമുക്ക് 900 ഹോസ്പിറ്റൽ യൂണിറ്റുകളുണ്ട്, ലാബുകളുണ്ട്, ഇതൊക്കെ ഉണ്ട് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളുണ്ട്. കേരളം വലിയൊരു നല്ല സ്റ്റേറ്റാണ് ആ അർത്ഥത്തിൽ. ഈ ആശുപത്രികളുടെ മുഴുവൻ മാലിന്യം പോകാൻ നമുക്ക് പാലക്കാടുള്ള ഒരു ഇമേജ് മാത്രമാണുള്ളത്. അവിടെ ഒരിക്കലും ഇത്രയും വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഈ വേസ്റ്റ് എവിടെയാണ് പോകുന്നത്? ഇത് ഏത് പറമ്പിൽ കുഴിച്ചിട്ടാലും അടുത്ത മഴക്കാലത്ത് ഇത് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ജലാശയങ്ങളിലെത്തി, മീനിൻ്റെ വയറ്റിലെത്തി, അല്ലെങ്കിൽ മറ്റ് അങ്ങനെ തിരിച്ച് നമ്മുടെ വയറ്റിലേക്ക് തന്നെയാണ് എത്താൻ പോകുന്നത്. മനുഷ്യ നീ മണ്ണാവുന്നു എന്ന് പറയുന്ന പോലെ ഇത് അടുത്ത മഴക്കാലം കഴിയുമ്പോൾ നിൻ്റെ വയറാവും, അല്ലെങ്കിൽ എൻ്റെ വയറാവും. അപ്പോൾ ഇത്തരം കെമിക്കൽ പൊല്യൂഷൻസ് പോലും നമ്മൾ ഒട്ടും ബോധമല്ല. അറബിക്കടലിൽ നിന്ന് 100 കിലോ മത്സ്യം പിടിക്കുമ്പോൾ 30 കിലോ പ്ലാസ്റ്റിക്കാണ് കിട്ടുന്നത്. ഇത് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് നമ്മുടെ വയറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. മൈക്രോ പ്ലാസ്റ്റിക് ക്രിയേറ്റ് ചെയ്യുന്ന വലിയ അപകടത്തെ പറ്റിയിട്ട് കേരളം കൺസേൺ ആവേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഗൗരവകരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരാളെയും മുന്നോട്ട് കൊണ്ടുപോവുകയോ സീരിയസ് ആയി ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയോ അവർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അവനെ തീർക്കണമെന്ന് പറയുകയോ ചെയ്യുന്ന അതിശക്തമായൊരു മിലിറ്റൻറ്റ് ഇടതുപക്ഷം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അത് കേരളത്തിൽ ഇടതുപക്ഷം കഴിഞ്ഞ 9 വർഷമായിട്ട് അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഭരണത്തിലുള്ളതുകൊണ്ടാണ്. ഭരണത്തിനെതിരാണെങ്കിൽ നിങ്ങളെ തീർത്ത് കളയും എന്നുള്ള തരത്തിൽ ടാഗ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു വാദം മുമ്പോട്ട് വെക്കപ്പെടുന്നുണ്ട്. ഇത് മൂലധനത്തിനോട് ഇടതുപക്ഷ പാർട്ടികൾ എടുക്കുന്ന സമീപനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ കാണുന്നത്. മൂലധനത്തിനോട് വളരെ അയഞ്ഞ സമീപനം എടുക്കുകയും മൂലധനം വരുന്നത് വഴിയാണ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുകയും അതിൻ്റെ ഒരു അപകടം കുറച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രായോഗിക ഇടതുപക്ഷ വാദത്തിൻ്റെ ഭാഗമായി മുതലാളിക്ക് കുഴപ്പമുണ്ടാവുന്നത്, മുതലാളി എവിടെയെങ്കിലും ലാഭം പിടിക്കണമല്ലോ, തൊഴിലാളിയെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. അതിന് ശക്തമായ ഒരു സമ്മർദ്ദം ഇവിടെയുണ്ട്. പിന്നെ അടുത്തത് ഭൂമിയും വിഭവങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പാരിസ്ഥിതിക ഈ റെഗുലേഷൻസിന് ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന അത്തരം കമ്പനികളോടൊരു മൃദു സമീപനം സ്വീകരിക്കുന്ന സമയത്ത് അത് ചെയ്യരുതെന്ന് പറയുന്ന ആളുകൾ വികസന വിരുദ്ധരായി മാറും. കേരളത്തിൽ മനോരമയോ മാതൃഭൂമിയോ അല്ല, ദേശാഭിമാനിയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരെ പേര് വിളിച്ച് വളരെ ടാർഗറ്റഡായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ളത്. അതെനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇതുകൊണ്ടാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു സ്വഭാവം. എന്നാൽ പകരം ഈ അവയർനെസ് താഴെത്തട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള ഒരു ശ്രമവും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും നിലയ്ക്ക് അത് ചെയ്യുന്ന ആളുകളെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവർക്കെതിരായിട്ട് അവരുടെ ഇമേജ് തകർക്കുന്ന രീതിയിലോ അവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലോ, അവരിപ്പോൾ സംഘികളാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതോടുകൂടി അയാൾ പറയാനുള്ള അയാളുടെ പ്രിവിലേജ് ഇല്ലാതായി പോവുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ, അല്ലെങ്കിൽ മുസ്ലിം പേരാണെങ്കിൽ പെട്ടെന്ന് വേറൊരു സൈഡിലേക്ക് ടാഗ് ചെയ്താൽ മതി. SDP അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചർച്ച ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇത്തരത്തിൽ ചാപ്പ കുത്തി കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന പ്രാദേശികവാദങ്ങളെ പോലും, ഞാനിതിൻ്റെ ഒറിജിൻ കാണുന്നത് കൊക്കക്കോളക്കെതിരായി നടക്കുന്ന പ്ലാച്ചിമടയിലെ സമരത്തെ വിക്കിലീക്സിൻ്റെ സമയത്ത് പിണറായി വിജയൻ അന്നത്തെ അമേരിക്കൻ പ്രതിനിധികളുമായി സംസാരിച്ചതിൻ്റെ ഇത് പുറത്തു വരികയുണ്ടായി. അദ്ദേഹം അത് പറഞ്ഞത് ഒരു പ്രാദേശികമായിട്ടുള്ളൊരു സമരം മാത്രമാണ്, അത് കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഗതിയാണെന്നതാണ്. അപ്പോൾ പ്ലാച്ചിമട സമരത്തിൻ്റെ രാഷ്ട്രീയം കാണാൻ പറ്റാത്ത ഒരു പൊളിറ്റിക്കൽ ലീഡർ കഴിഞ്ഞ 10-15 വർഷക്കാലമായി തീർത്തും തൻ്റെ ഒരു കൈപ്പിടിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടി സംവിധാനം, അദ്ദേഹത്തിന് വഴങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതേ ആശയം തന്നെയാണ് ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ലോകമറിഞ്ഞ ഒരു കുടിവെള്ള സമരത്തിൻ്റെ പ്രാദേശിക പ്രശ്നമായിട്ടാണ് അതിനെ കാണുന്നതെങ്കിൽ, അതിൻ്റെ ഒരു രാഷ്ട്രീയം കാണാൻ കഴിയുന്നില്ല എങ്കിൽ
എനിക്ക് തോന്നുന്നു അത് ഇൻഹെറൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിൻ്റെ തന്നെ, അത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, അത് ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെ തന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക സമരങ്ങൾ, പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങൾ, പരിസ്ഥിതി വാദങ്ങളൊക്കെ ഏതെങ്കിലും കുറച്ച് മാഷന്മാരുടെ കുറച്ച് സംഗതിയായിട്ട് അവശേഷിക്കുകയും അതിനൊരു മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുകയും അങ്ങനെ പറയുന്ന ആളുകൾക്കൊരു സ്പേസ് ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ഈ കേരളത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം, അതിൻ്റെ ഇൻറ്റേർണലി അതിലേക്ക് പോകാതെ അതിൻ്റെ എല്ലാ തരം നുണപ്രചരണങ്ങളും ചിലവായൊരു സ്ഥലമാണ്. അതിൻ്റെ പേരിൽ വനം വകുപ്പ് ഓഫീസ് കത്തിച്ചിട്ട് ആ കേസ് പിൻവലിച്ചൊരു സമൂഹമാണിത്. അപ്പോൾ എനിക്ക് തോന്നിയത് അത് അങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്ന യാതൊരു കൺസേണും നമുക്ക് പരിസ്ഥിതിയെ പറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു പഠിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക്. അത് ഇത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹങ്ങളിൽ പലപ്പോഴും ഇതിനേക്കാളും പാരിസ്ഥിതിക അവബോധം ഉണ്ടായി കണ്ടിട്ടുണ്ട്. ഒരു സിവിക് സെൻസ് പോലും നമ്മൾ പലപ്പോഴും മറ്റു പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറയുന്ന പോലൊരു ലാക്കിങ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ഇടതുപക്ഷത്തിനകത്ത് തന്നെ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സംവാദ മണ്ഡലം തുറക്കാൻ ഒരു പക്ഷേ ശാസ്ത്രാധ്യ പരിഷത്ത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ മലയാളീകരിക്കുകയും മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ഒരു ഡിബേറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്? എനിക്ക് തോന്നിയത് ഗൗരവമായിട്ട് നയപരമായ സംഗതികളിൽ അഭിപ്രായം പറയാനുള്ള മലയാളിയുടെ ശേഷിയൊക്കെ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പരിസ്ഥിതി മേഖലയിൽ മാത്രമൊന്നുമല്ല, നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഹെൽത്തും എഡ്യൂക്കേഷനും വിട്ടാൽ, മലയാളി വളരെ സീരിയസ് ആയ രണ്ട് സബ്ജക്റ്റാണ് നമുക്ക് ഹെൽത്തും എഡ്യൂക്കേഷൻ. നമ്മൾ എഡ്യൂക്കേഷൻ പോളിസീനെ പറ്റിയൊക്കെ താഴെത്തട്ടിൽ DPP വിവാദമൊക്കെ വന്ന് ഏറ്റവും താഴെത്തട്ടിൽ വരെ ചർച്ച ചെയ്തു. അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒഴിച്ചാൽ മറ്റ് വിഷയങ്ങളിലൊന്നും പോളിസി ലെവൽ ഡിബേറ്റ്സിൽ നമുക്ക് അങ്ങനെ ഒരു വസ്തുതാപരമായ ചർച്ചകൾ അതില്ല. റിപ്പോർട്ടിൻ്റെ പേജ് 1 പേജ് 2 വെച്ചിട്ടുള്ള ചർച്ചയില്ല, കാടടച്ചുള്ള വെടികളേ ഉള്ളൂ. ഞാനൊരു കാലത്ത് കേരളത്തിലെ ചാനലുകളിലെല്ലാം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ പോകാറുണ്ട് ചർച്ചകൾക്ക്. ഒരു 50, 60, 70 ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് 100 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെയുള്ള ചർച്ചകളിലെല്ലാം കൺക്ലൂഷൻ പറയുന്ന ഏറെക്കുറെ ഒരേ സാധനം തന്നെ. അതായത് അപ്പുറത്തെ സൈഡിലുള്ള ആളുകൾ പറയുന്നു ഗാഡ്ഗിൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കർഷകരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞു, കാട് കൂട്ടണം എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇപ്പുറത്ത് നമ്മളില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, പേജിൽ ഇങ്ങനെ പറഞ്ഞത് ഇന്നതാണ്, ഗ്രാമസഭയെ ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഇതൊക്കെ പറയും. ഇത് തന്നെയാണ് ഈ 70 ദിവസം നടന്നത്. അപ്പം നമ്മൾ ഇത്രയും എയർ ടൈമും സമയവും ചിലവാക്കിയിട്ടും ഇതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു അത്രയും അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് കേരള സമൂഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ എത്രയോ കരട് വിജ്ഞാപനങ്ങൾ കാണാറുണ്ട്. സർക്കാർ ചോദിക്കും ആളുകളോട്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം, ഞങ്ങൾ ഇന്ന പരിസ്ഥിതി നിയമത്തിൽ ഇന്ന സംഗതി മാറ്റുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും കോളേജുകളില്ലേ, യൂണിവേഴ്സിറ്റികളില്ലേ, സ്ഥാപനങ്ങളില്ലേ, ഇത്രയും വായനശാലകളില്ലേ, കേരളത്തിൽ നിന്ന് പോകുന്ന ആകെ തുക 10 15 പരിസ്ഥിതി സംഘടനകളോ പരിസ്ഥിതി പ്രവർത്തകരോ കൊടുക്കുന്ന ഇൻപുട്സാണ്. അത് തന്നെ പലപ്പോഴും വൈകാരികമായിരിക്കും. ഇതിൻ്റെ മെറിറ്റിൽ പോയിട്ട് വായിച്ചു നോക്കിയിട്ടൊന്നും അത്ര ശുഷ്കമാണ് നമ്മുടെ ഈ മേഖലയെ പറ്റിയുള്ള നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് ഈ വൈകാരികതയിലാണ്. അതേസമയം കേരളത്തിലെ ഏതെങ്കിലും ഒരു റോഡ് സൈഡിലുള്ള വലിയൊരു മരം മുറിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു പക്ഷിക്കൂട് താഴെ വീണ് ചെറിയ പടം പിറ്റേ ദിവസം പത്രത്തിൽ വന്നാൽ ഇവിടെ ഇളകും. അതെ അതെ അതെ. കാരണം നമ്മളിപ്പോഴും ആ എമ്പതി എന്ന് പറയുന്ന ഒറ്റ സാധനത്തിൽ നിൽക്കുകയാണ്. അവിടുന്ന് പോയി ഒരു പോളിസി ചേഞ്ച് ഉണ്ടാക്കി ഈ സമൂഹത്തിൻ്റെ പാരിസ്ഥിതികമായ സംഗതികളെ മാറ്റിക്കളയാം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ ഇൻപുട്ട് എടുക്കാൻ തയ്യാറല്ല. അത് വേറെ ആരെങ്കിലും ചെയ്യണം. സുഗതകുമാരി ടീച്ചർ തമാശ പറയാറുണ്ട്, ടീച്ചറുടെ ഒരാളുടെ വീടിൻ്റെ മുറ്റത്തുള്ള മരം മുറിച്ചു, അപ്പോൾ ഉടനെ അയാൾ വിളിക്കുക, സുഗതകുമാരി അല്ലേ, ഇത് എൻ്റെ വീടിൻ്റെ മുമ്പിലൊരു മരം മുറിച്ചു, നിങ്ങളെന്താ സമരം ചെയ്യാത്തത്? അപ്പോൾ ഇത് നമ്മൾ ചില ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ചില കാര്യങ്ങൾ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ചില കാര്യം വരുമ്പോൾ പ്രതികരിക്കുന്നില്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ മരം മുറിഞ്ഞ് കിളിയുടെ കൂട് പോയാലുണ്ടാവുന്ന ഒരു വൈകാരിക അന്തരീക്ഷം, ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ജീവിതം ഈ മലയോര മേഖലയിൽ പല കാരണങ്ങൾ കൊണ്ട് ജീവിതം ദുസ്സഹമാവുന്നു. മലയോര മേഖലയിൽ ആളുകൾ അവിടെ ഉപേക്ഷിച്ച് പോരുന്നു. ഒരുപക്ഷെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി എന്ന വിധമുണ്ടാക്കിയ നിയമങ്ങൾ ദൈനംദിന ജീവിതത്തെ വലിയ അളവിൽ ബാധിക്കുന്ന ഒരു മലയോര മേഖല ജീവിതമുണ്ട്. പ്രത്യേകിച്ച് അത് എൻ്റെ ലെവലിലുള്ള സാധാരണ മനുഷ്യരെ ബാധിക്കുന്നുണ്ട് ഇത്തരം നിയമങ്ങൾ. അതുകൂടി ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, അതായത് നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ കാലത്തും ഇതിനു വേണ്ടി സംസാരിച്ച കാലത്തും ഇതിൻ്റെ സാമ്പത്തിക നഷ്ടങ്ങളും മറ്റു നഷ്ടങ്ങളും, ഇപ്പം നേരിട്ട് ജീവനെ ബാധിക്കുന്ന തരത്തിൽ കടുവ, ആന പോലുള്ള ജീവജാലങ്ങൾ ഇറങ്ങി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇത്തരം ആളുകളുടെ ശബ്ദം ഇതിൻ്റെ നിയമനിർമ്മാണ വേളയിലോ ഇതിൻ്റെ നയ ചർച്ചാ വേളയിലോ കേട്ടിട്ടില്ല. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾക്ക് പേടിയായിരുന്നു. കാരണം അത് സംസാരിച്ചാൽ ഉടനെ ടാഗ് വീഴും,
അതെ, വികസന വിരുദ്ധ അല്ല പരിസ്ഥിതി വിരുദ്ധൻ അതെ എന്നുള്ളൊരു ടാഗ് വീഴും. ഒരു ഘട്ടം വരെ അതായിരുന്നു ആ വൈകാരികതയായിരുന്നു, ഒരു തരം ഒരു ഹരിത വൈകാരികത. അതെ, അപ്പോൾ ഈ ഹരിത വൈകാരികതയ്ക്ക് എതിര് നിന്നുള്ള ഒരു ശബ്ദവും അംഗീകരിക്കാത്തതുകൊണ്ട് ഈ ഡിബേറ്റ് നടക്കാതെ പോയി. ആ നടക്കാതെ പോയ ഡിബേറ്റ് ഇപ്പോൾ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. ഒരു എക്സ്ട്രീം കഴിഞ്ഞപ്പോൾ മറ്റേ എക്സ്ട്രീം. അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കാതലായ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, ഒന്ന്, പരിസ്ഥിതി ബോധം നമ്മളിലുണ്ടാക്കിയ ഒരു കുറ്റബോധമുണ്ട് ഒരളവിൽ പലതരത്തിലും. ഞാൻ ആ കുറ്റബോധത്തെ എൻഡോഴ്സ് ചെയ്യുന്ന ആളാണ് പല നിലയ്ക്കും. ഇപ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും അങ്ങനെ കുറ്റബോധം വേണ്ട, ആവശ്യമില്ല, കംപ്ലീറ്റ് നമുക്ക് നകർത്ത് കളയാം, കാരണം അമേരിക്കക്കാരൻ നമ്മുടെ 10 ഇരട്ടി തകർക്കുമ്പോൾ നമ്മൾ 1 ഇരട്ടിയല്ലേ തകർക്കുന്നുള്ളത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല, അതൊരു സൊല്യൂഷൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ പരിസ്ഥിതി പ്രവർത്തനം പഠിച്ച കാലം മുതൽ ഈ വെള്ളം പാഴാക്കരുതെന്ന് പറയുന്നുണ്ട്. പൈപ്പ് തുറക്കുമ്പോൾ എൻ്റെയൊക്കെ ഈ കൈ പൈപ്പിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും. ചിലർ പൈപ്പ് തുറന്നിട്ടൊരു പല്ല് തേക്കും, ഷേവ് ചെയ്യും, ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ആ 1 ലിറ്ററോ 2 ലിറ്ററോ വെള്ളത്തിനുള്ളിൽ നമ്മുടെ ആ കാര്യം നടക്കണം. അതുകൊണ്ട് പൈപ്പ് ആവശ്യമുള്ളപ്പോൾ തുറക്കും, അടയ്ക്കും, ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഓരോ തുള്ളിയും വെറുതെ കിട്ടുന്നല്ല എന്നുള്ള തോന്നുന്നു. ഇത് വേണമെങ്കിൽ കുറച്ച് പാഴാക്കാൻ അമേരിക്കക്കാരൻ 10 ലിറ്ററോ 50 ലിറ്ററോ പാഴാക്കുന്നത്, അപ്പോൾ നമുക്കൊരു 5 ലിറ്റർ പാഴാക്കിയാൽ എന്താണെന്ന് ചോദിക്കാം. ഈ കുറ്റബോധം നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഓരോ തരത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു യാത്ര ഒഴിവാക്കാമെന്ന് തീരുമാനിക്കുന്നത് കുറ്റബോധത്തിൽ നിന്നാണെങ്കിൽ ആ കുറ്റബോധം നല്ലതാണ്. ആവശ്യമുള്ള യാത്ര നടത്തിയാൽ മതി. അത് അനാവശ്യമാണോ അല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു ക്ലൈമറ്റ് ക്രൈസിസിലേക്ക് പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പലതും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ നേരിട്ട് വന്യജീവികൾ ആക്രമിക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അവരെ പരിഗണിക്കാത്ത പരിസ്ഥിതി, അതാണ് ഞാൻ പറഞ്ഞ ആ കാൽപ്പനിക ഭാഗത്തിൽ നമ്മൾ ശാസ്ത്രീയമായ പരിസ്ഥിതി ഭാഗത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാവും. അവിടെ എന്തുകൊണ്ടാണ് ഈ ചർച്ച മുമ്പോട്ട് പോകാത്തത്? പശ്ചിമഘട്ടത്തിലുള്ള ആളുകൾക്ക് അവരുടെ പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കണമെങ്കിൽ അവർക്കൊരു വലിയ നഷ്ടം ഉണ്ടാകുന്നു, റിയൽ എസ്റ്റേറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. ഇത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആരാന്നറിയോ? നഗരത്തിൽ ജീവിക്കുന്ന എന്നെ പോലുള്ള ആളുകളാണ്. അതെ, തീരദേശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്നത് ദുരിതമുണ്ട്. അവർക്കും കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ആരാണ്? ഇതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഇടനാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. ഇത് ഗുണം കിട്ടുന്ന ആളുകളെ ടാക്സ് ചെയ്യാതെ ഇത് സാധ്യമല്ല. അത് സമ്മതിക്കില്ല. ഇതിൻ്റെ മുഴുവൻ ബെനിഫിറ്റും എനിക്ക് വേണം. ഇടനാട്ടിൽ താമസിക്കുന്ന ആളുകൾ നോക്കൂ, ഇത് നല്ല വെള്ളം കിട്ടണം, കാരണം പശ്ചിമഘട്ടത്തിലുള്ള ആളുകൾ വെള്ളമൊക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മലയിടിയാൻ പാടില്ല, അവരുടെ നല്ല ഭൂമി വിനിയോഗമൊക്കെ നന്നായിട്ട് നടക്കണം, ശാസ്ത്രീയമായി നടക്കണം. അപ്പോൾ ഭൂമി ഇടിഞ്ഞ് താവോട്ട് വരില്ല, വെള്ളപ്പൊക്കം വരാൻ പാടില്ല, തീരദേശം കയറാൻ പാടില്ല, അവിടെ നിർമ്മാണങ്ങളൊന്നും അങ്ങോട്ട് നശിപ്പിക്കാൻ പാടില്ല, നല്ല ഫിഷ് കിട്ടണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും കോസ്റ്റ് കൊടുക്കാൻ തയ്യാറല്ല. ഈ തീരദേശക്കാരനും ഈ മലയോരക്കാരനും കൊടുക്കുന്ന വിലക്കേ ഞാനും വാങ്ങുള്ളൂ, അല്ലെങ്കിൽ എന്നെ 1% പോലും, 1 രൂപ പോലും എൻ്റെ വീടിന് അധികമായിട്ട് നികുതി മേടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കോസ്റ്റും ഇതിൻ്റെ ഈ ഷെയറിങ്, ബേർഡൻ ഷെയറിങ് ആണ് നമ്മൾ പറയുന്നത്, അത് തയ്യാറല്ല. അങ്ങനെ തയ്യാറല്ലെങ്കിൽ ആ സമൂഹം മുമ്പോട്ട് പോകില്ല. ഇവരെ ഇത് തയ്യാറാക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ശക്തിയുമില്ല. അവർ ഈ പോളിഷിങ് പരിപാടിയാണല്ലോ രാഷ്ട്രീയ പ്രസ്ഥാനം, വോട്ട് ബാങ്ക് സമ്മർദ്ദം. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നാൽ, നമുക്കാർക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യണ്ട. നമുക്കിത് പെരിഫറിയിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് എല്ലാവർക്കും ഓരോ എന്താ പറയുക, പച്ച ഷർട്ട് ഇട്ടിട്ട് ഒരു മരം നടുന്ന ഫോട്ടോ ഇട്ടിട്ട് ഈ പരിസ്ഥിതിയാണെന്ന് പറയുന്നതാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഴത്തിലേക്ക് പോകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നവും എവിടെ പോകും അന്തിമമായിട്ട്, ഈ വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും, ഇലക്ട്രോണിക് വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും, ഇതിൽ ഓരോന്നിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം, അതിൽ രൂപരേഖ ഉണ്ടാവണം. അങ്ങനെ പോയാൽ മാത്രമേ നമ്മളിതിന് സൊല്യൂഷൻ കാണുള്ളൂ. അത് കാണാൻ തയ്യാറല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതെല്ലാം കാർപ്പറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് മുകളിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വർത്തമാനകാല പരിസ്ഥിതി സംഗതി എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന സംഗതിയായിട്ട് മാറുകയും, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വരുമ്പോൾ മാത്രം ഒരു ഹ്യൂ ആൻഡ് ക്രൈൻ, ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഇപ്പം ഞാനൊരു നല്ല സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചു, അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ വന്നിട്ടൊരു പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ എൻ്റെ റിയൽ എസ്റ്റേറ്റ് വാല്യൂവും എൻ്റെ ജീവിതവും തകരുന്നുള്ളതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. കുറച്ച് ആളുകളും ഉണ്ടാവും എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾ അധിവസിക്കുന്ന ഒരു അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ അടുത്തൊരു എന്തെങ്കിലും ഒരു ഖനനമോ ക്വാറിയോ ഡിസ്റ്റിലറിയോ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ സമരം ചെയ്യും, എൻ്റെ വെള്ളം പോവും. അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് റിസോഴ്സ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ പരിസ്ഥിതി പ്രശ്നമായിട്ട് നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സിവിൽ സമൂഹം എന്നുള്ള നിലയിൽ കേരളവും ഇന്ത്യൻ സമൂഹവും എല്ലാം തന്നെ അടിയന്തരമായി ആർജിച്ചെടുക്കേണ്ടുന്ന പലതരം സിവിക് സെൻസുകളുടെ, പലതരത്തിൽ അടിയന്തരമായി നാം കടന്നു പോകേണ്ടുന്ന സോഷ്യൽ ഓഡിറ്റിങ്ങുകളുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അത് നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചുള്ളതായാലും
പൗരാവകാശ സങ്കല്പത്തെ സംബന്ധിച്ചായാലും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചായാലും ഊന്നി നിന്നുകൊണ്ടാണ് ഈ സംവാദം അവസാനിക്കുന്നത്. സംവാദമേ അവസാനിക്കുന്നുള്ളൂ, വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. തീർച്ചയായും ഒരു ജനാധിപത്യ സമൂഹമായി, ഒരു ആധുനിക സിവിൽ സമൂഹമായി നമ്മെ പരിവർത്തിപ്പിക്കാനുള്ള വിവിധ മുഖങ്ങളുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും സജീവ സാന്നിധ്യമായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പമുണ്ട്. നന്ദി.